എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് പറയാനകെ. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു കേട്ടുള്ള അറിവാ. അമൃത അഖിലെ കാണാൻ വന്നിരുന്നോ? എന്താ ഒരു മിനിറ്റ്. ഒരു ഓട്ടോയിൽ അമൃതേച്ച ചെന്നത്. അവിടെ ചെല്ലുമ്പോ അഖില ബോധം കെട്ട് കിടക്കുമായിരുന്നു. അയ്യോ, എന്നെ മോൾക്ക് എന്ത് പറ്റി? അഖിലേച്ചിക്ക് എന്ത് പറ്റി അനുകേച്ചി? ഇവിടെ എന്റെ അടുത്ത് ആശുപത്രിയിലുണ്ട്. ബോധം ഇതുവരെ വീണിട്ടില്ല. ഡോക്ടർ നോക്കുന്നുണ്ട്. പെട്ടെന്ന് എന്താ സംഭവിച്ച? പ്രഗ്നന്റ് ആണോന്നൊരു സംശയമുണ്ടോന്ന് ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു. ആണോ? ഉറപ്പില്ല, അങ്ങനെ സൂചിപ്പിച്ചു. അത് പറയാൻ മാത്രമല്ല ഞാനിപ്പോ വിളിച്ചത്. മോളെ, നിന്റെ സൗണ്ട് വല്ലാതിരിക്കുന്നുണ്ടല്ലോ. അഭിയേട്ടാ, അത് അവിടെ പോലീസ് ചെന്നു. അമൃതേച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യോ, അറസ്റ്റോ? അപ്പൊ എന്റെ മോളെ പോലീസ് കൊണ്ടുപോയോ? എന്നാ പറഞ്ഞത്. കൂടുതലൊന്നും എനിക്കറിയില്ല അച്ഛ. അപ്പം മാളവിക മാഡം? അതും എനിക്കറിയില്ല. ഒറ്റയ്ക്ക് അമൃതേച്ചി ഓട്ടോയിൽ വന്നതെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വെക്ക, അഖിലയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. പഞ്ചരത്നത്തിലെ 4 അനിയത്തിമാരും അഹങ്കരിച്ചത് ചേച്ചിയുടെ ബലത്തിലാ. അതിപ്പോ തീർന്നു കിട്ടി. അമൃതയെ പോലീസുകാർ ഉപദ്രവിക്കോ? ഉപദ്രവിച്ച സുമേഷിനെന്താ? കൂടുതൽ സഹതപിക്കൊന്നും വേണ്ട. പോലീസുകാരെ പറ്റിച്ച് കുറച്ചു കാലം നടന്നല്ലേ, അവർക്ക് ദേഷ്യം കാണാതിരിക്കോ? പ്രത്യേകിച്ചും വനിതാ SI സീന. അവര് ഇടിക്കട്ടെയാ, ഒരു മയവും കാണില്ല. അമൃതയെ തൊട്ട് വിവരം അറിയും. തിരിച്ചേ ഇരുട്ടടി അടിക്കും. എന്നിട്ട് എന്തിനാ പോലീസുകാരെ നിന്നെ എടുത്തിട്ട് ചവിട്ടി കൂട്ടാനോ? അല്ലെങ്കിൽ തന്നെ അടി കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാ നിന്റെ ജന്മം. എന്തായാലും അമൃതയ്ക്ക് കിട്ടാനുള്ളത് കിട്ടും. എനിക്കിതിൽ പല സന്തോഷമുള്ള വേറെ ഒരു കാര്യമില്ല. സത്യം പറയാലോ ദിവ്യേ, അമൃതയെ അറസ്റ്റ് ചെയ്തത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണെന്ന് CI പറഞ്ഞപ്പോ ഞാനൊന്ന് സംശയിച്ചു. നിങ്ങൾ അമൃതയെ അവിടെ ഒളിപ്പിച്ചിരിക്കുകയാണോ എന്ന്. അതെന്ത് വർത്താന കാലാൻറ്റി പറയുന്നേ? ഞങ്ങൾ അങ്ങനെ ചെയ്യുവോ? ദിവ്യ ചെയ്യില്ലായിരിക്കും, പക്ഷേ സുമേഷ് ചെയ്താലോ? കുറെ കാലം പ്രേമിച്ച് നടന്നതല്ലേ. അതൊക്കെ പണ്ട്. ഇപ്പൊ എനിക്ക് അമൃതയെ കാണുന്ന പോലും ഇഷ്ടമല്ല. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാൻറ്റി. ഞങ്ങൾ അഖിലേക്ക് ഒരു കിടിലം പണി കൊടുത്തതാ. പക്ഷേ അമൃതയ്ക്ക് സംശയം തോന്നി അന്വേഷിച്ചു വന്നു. അപ്പോഴ പോലീസിന്റെ കയ്യിൽ പെട്ടത്. അല്ല, നിങ്ങൾ എന്താ ചെയ്തത്? ഒരു ദിവസം മുറി പുറത്തുനിന്ന് പൂട്ടി പട്ടിണി കിട്ടു. ബോധം കെട്ട് പോയിരുന്നു. എടുത്ത് ആശുപത്രി കൊണ്ടുപോയി തള്ളി. അവിടെ കിടക്കട്ടെ. ബുദ്ധിമോശമാ നിങ്ങൾ കാണിച്ചത്. ബോധം തെളിയുമ്പോ അവള് സത്യം വിളിച്ചു പറയില്ലേ? അതിന് അവള് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? പോലീസ് വിശ്വസിച്ചാലോ? തെളിവെടുത്താലോ? എന്ത് തെളിവ്? ഞങ്ങളത് നിഷേധിക്കും. കേസായ നിങ്ങൾ നിഷേധിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഗാർഹിക പീഡനമാ. കുടുംബം മൊത്തത്തിൽ അഴിയെണ്ണും. ആന്റി, വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. പേടിപ്പിച്ചതല്ല, കാര്യം പറഞ്ഞതാ. പരാതി കൊടുക്കുന്ന പെണ്ണിന്റെ വാക്കേ മുഖവിലക്കെടുക്കൂ. നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്ത് 4 ഇടി കിട്ടിയ ആദ്യം സുമേഷ് തന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും. കള്ളം പറയുന്നവരെ കണ്ടാൽ അറിയാം പോലീസുകാർക്ക്. കുഴപ്പമോ ആന്റി? കുഴപ്പമായി. ഞാൻ ഇവളോട് അന്നേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അവൾക്ക് ബോധം തെളിയുമ്പോ ചെന്ന അനുനയത്തില് കാര്യങ്ങളൊന്നും സോൾവ് ചെയ്യാൻ നോക്ക്. അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. എന്തായാലും നിങ്ങൾ അത്രയും ചെയ്തതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. അമൃത നേരെ പോലീസിന്റെ കൈ ചെന്ന് പെട്ടില്ലേ? അല്ലായിരുന്നെങ്കിൽ അവളെ എങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു? ഇതാ പറയുന്നത്, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന്. കെണി വെച്ചത് അഖിലേക്ക്, വീണതോ അമൃത. ഇപ്പൊ എന്താ ചെയ്യാ? അമൃത എന്തൊരു അബദ്ധമാണ് ഈ കാണിച്ചത്. മുൻകൂർ ജാമ്യത്തിനുള്ള സകല കടലാസുകളും ശരിയാക്കി വെച്ചിരിക്കുകയായിരുന്നില്ലേ? നാളെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ കോടതി തുറക്കും. ജാമ്യം ഉറപ്പായിട്ടും വാങ്ങിച്ചു തരാമെന്ന് വക്കീലും പറഞ്ഞതല്ലേ? അവളെ കുറ്റം പറയണ്ട. അനിയത്തിമാരെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാ.
അപ്പൊ പിന്നെ അഖിലേക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ അവൾ അടങ്ങിയിരിക്കുവോ? അവൾ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാ, പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അഖിലയുടെ കാര്യം ഞാൻ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഈ കടുങ്കൈ ചെയ്യില്ലായിരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അന്വേഷിക്കുക. നിയമപ്രകാരം സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ല, കോടതിയിൽ ഹാജരാക്കണം. കേസ് അനുസരിച്ച് റിമാൻഡ് ചെയ്യോ പോലീസ് കസ്റ്റഡിയിൽ വിടുകയാണ് ചെയ്യുക. അമൃതേച്ചി സബ് ജയിലിൽ കിടക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും വയ്യ. ഇനിയിപ്പോ പോലീസ് കസ്റ്റഡിയിൽ വിട്ടാലും ആ പോലീസുകാര് ചേച്ചി ഉപദ്രവിക്കുമെന്ന് ഉറപ്പാ. ഇതിനു മുമ്പും എത്ര വട്ടം അങ്ങനെ ചെയ്തിട്ടുള്ളത്.